വിശപ്പാ ഇത്. എന്റെ ദൈവമേ. മോശം പിടിക്കാൻ ഒരു പൂജ കൊണ്ട് വന്നിരിക്കുക. മനുഷ്യന് പട്ടിണി കിട്ടിട്ട് എന്ത് പൂജയാ? അതെ, പൂജാരി പറഞ്ഞത് നിങ്ങൾ താലി കെട്ടിയ പെണ്ണ് ചടങ്ങുകൾ ചെയ്യണമെന്നാ. അവളെ പട്ടിണിക്കിരിക്കേണ്ട, ഞാനല്ല. എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഈ ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഈ നാവ് വിഴുങ്ങിക്കൊണ്ടുള്ള ഇരിപ്പ് കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കണിമംഗലത്തിന് ഐശ്വര്യം വന്നിട്ട് എനിക്കൊന്നും നേടാനില്ല. പൂജാരി വന്ന് എല്ലാരെയും നിരനിരയായിട്ട് വിളിച്ചു നിർത്തുമല്ലോ, അത് പറ്റിയ സന്ദർഭം. എല്ലാവരോടും പറയാനുള്ളത് ഞാൻ അപ്പം അങ്ങ് പറഞ്ഞോളാം. അതോടെ പൂജ മംഗളാവും. പൂജ നീ മുടക്കില്ല, അത് മംഗളമായിട്ട് തന്നെ നടക്കും. ഈ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പൂജയ്ക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോൾ എതിരായിട്ടൊരു വാക്ക് പോലും നിന്റെ നാവിന്ന് വീഴാൻ പാടില്ല. കൽപ്പിക്കണോ? ആ അതെ, കൽപ്പന തന്നെ. ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കല്ല, അടിമയോട് ഉടമ കൽപ്പിക്കുക. അനുസരിച്ചേക്കണം. ആരുടെ അടിമ? എന്റെ അടിമ. വില കൊടുത്ത് ഞാൻ മേടിച്ച അടിമയുടെ സ്ഥാനമാടി നിനക്ക്. നിനക്ക് പറഞ്ഞുറപ്പിച്ച വില തന്നു കഴിഞ്ഞാല് അനുസരിക്കുക മാത്രമേ നിനക്ക് ചെയ്യാനുള്ള വഴിയുള്ളൂ. പറഞ്ഞുറപ്പിച്ച വില കിട്ടിയാലോ? അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പറഞ്ഞ തുക ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ? താനേ അക്കൗണ്ട് നോക്ക്. അക്കൗണ്ടിൽ പണമില്ലെങ്കിലല്ലേ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ഇത് സത്യം തന്നെയല്ലേ? ഇതിനി നിങ്ങൾക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ? ഒരു ബാങ്ക് അക്കൗണ്ടിനകത്തെ സാമാന്യ അറിവ് പോലും ഇല്ലാത്ത നീയാണോ ഈ വമ്പൻ ബിസിനസ്സിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? എടി, ആ പണം നിന്റേതാ. നമ്മൾ തമ്മിലുള്ള പണത്തിൻ്റെ ആ കരാറങ്ങ് അവസാനിച്ചു. ഇനി ഇവിടെ നടക്കുന്ന പൂജയിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനെന്താ പട്ടിണി കിടക്കണോ? നാവി കൂടെ ശൂലം കയറ്റണോ? പുറത്ത് കുളിത്തിട്ട് വേണമെങ്കിൽ തൂക്കത്തിന് ഇറങ്ങാം. എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. അയ്യോ മതി മതി. ഈ മാംസകഷ്ണം കിട്ടിയ തെരുവുവെട്ടി കാണിക്കുന്നൊരു ആവേശമുണ്ടല്ലോ, അതേ ആവേശമാണിപ്പോ നിന്റെ മുഖത്തും. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം. കണിമംഗലത്തെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നീ ഇവിടുന്ന് പടിയിറങ്ങാൻ പാടില്ല. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് അനുസരിക്കണം, കേട്ടല്ലോ? അതെ, നീ എന്റെ ആരാ? ഭാര്യ. എന്താ? ആരുമല്ല. ഞാനും വരുണായിട്ട് ഒരു ബന്ധവുമില്ല. വരുൺ ധൈര്യമായിട്ട് പോയിക്കോ. ഈ തുകയ്ക്കുള്ള നന്ദി ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. എന്റെ ദൈവമേ, 5 കോടി രൂപ! ജീവിതകാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടാലും ഈ തുക എനിക്ക് കിട്ടില്ല. ഞാൻ കോടീശ്വരിയായിപ്പോ. സംഭവിച്ചതൊക്കെ നല്ലതിനാ. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം.
ഇത് നഷ്ടപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കിക്കൂടാ. പാവം വാക്ക് പാലിച്ചതല്ലേ, ഇത്രയും കാശ് തന്നല്ലേ, എല്ലാവരുടെ മുൻപിൽ നന്നായിട്ട് അഭിനയിച്ചു കൊടുക്കാം. അക്കൗണ്ട് നിറഞ്ഞാലും വയറ് നിറയുന്നില്ലല്ലോ. വിശക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. പ്രിയങ്ക, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ? ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്നെ കാണിച്ചു തന്നെ കുടിക്കാൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്ന. എന്റെ പ്രിയങ്ക, നിനക്ക് ദേഷ്യമൊന്നും വരണ്ട. ഇതേ എനിക്ക് കുടിക്കാനല്ല, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അതിനെനിക്ക് ഉപവാസമല്ലേ? ആ അതെ, ഉപവാസത്തിനെ പല രീതികളുണ്ട്. അരിയാഹാരം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇതേ ഓട്സാ. ഞാനിതില് നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് കുടിക്കുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഏട്ടത്തി, ഓ, ഞാനേ ഈ പൂജ മുടക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും ചിന്തിക്കണ്ട. എനിക്കതിന്റെ ഒരാവശ്യമില്ല. ഇത്തരം ഭ്രാന്തുകളൊക്കെ സൂര്യ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോ കുറെ അനുഭവിച്ചിട്ടുള്ളതാ. അവർക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം. അതിന് നമ്മളെ പിടിച്ച് ഇടയിലിടുന്ന എന്തിനാ? മനുഷ്യര് വിശന്ന് ചത്താലേ ദൈവങ്ങൾ പ്രസാദിക്കുന്നുണ്ടോ? എന്നാലും വേണ്ട ഏട്ടത്തി. കുടിച്ചേ പറ്റൂന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. എന്തായാലും ഞാനേ ഇതിവിടെ വെക്കുക. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. പിന്നെ ഗ്ലാസ് നീ ആരും അറിയാതെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയങ്ക, ഇനി ഇവിടെ പരിഹാര പൂജകളുടെ ഒരു മേളം തന്നെയായിരിക്കും. അതിനനുസരിച്ച് നിന്റെ പട്ടിണിയും വ്രതവും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒക്കെ ചെയ്തു പോയാലേ ചിലപ്പോ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രിയങ്ക, നീ വേണമെങ്കിലേ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അരിയാഹാരത്തിനല്ലേ വിലക്കുള്ളൂന്ന്. അങ്ങനെയാ ഞാനും കേട്ടിട്ടുള്ളത്. ആ അത്രേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിക്കെല്ലാം 1000 കൊല്ലം മുന്നേ നടന്ന അതേപോലെ തന്നെ നടക്കണമെന്നാ. പ്രിയങ്ക, അതിനൊക്കെ നിന്നോടുത്താലേ നമ്മൾ അതോടുകൂടി തീരും. ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏട്ടത്തി, ഓ, ഇതിലേ ഞാൻ വിഷമൊന്നും കലക്കിയിട്ടില്ല. എനിക്കാരോട് മനസ്സലിവ് തോന്നിയാലും എല്ലാവർക്കും എന്നെ സംശയമാണല്ലോ. പ്രശ്നമാവോ? കാശ് കിട്ടി, പക്ഷെ കാശ് ഉപയോഗിക്കണമെങ്കിൽ മനുഷ്യൻ ജീവനോടെ ഇരിക്കണ്ടേ? എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല.
പക്ഷെ ഇത് കാണണം. അത് തന്നെയായിരുന്നു എന്റെ ആവശ്യം. നിന്റെ വിശപ്പം കേട്ടു എന്റെ മനസ്സിൽ തീയും ഉണ്ടെന്നു. യശോദേ, നീ ഒന്ന് വന്നേ. എന്താ അമ്മേ? നിന്നോട് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. നിന്റെ മോൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നെന്ന് ചെന്ന് നോക്ക്. പോ ഇങ്ങോട്ട് വാ. അവൾക്ക് ആഹാരമൊന്നും വേണ്ട, നേരത്തെ ഉറങ്ങാൻ പോവാന്നല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് ഈ കാണിക്കുന്ന എന്തുവാ? അത് എല്ലാ സമയവും അവള് ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളതല്ലേ. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം വേറെയാ. തോന്നിവാസം ഈ കാണിക്കുന്നേ. വരുൺ താലി കെട്ടിയ പെണ്ണ് വ്രതം എടുക്കണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ടാ രാത്രി പട്ടിണി ഇരുന്നതും നേരെ ചെന്ന് ഇവിടെ ഇരുന്നതും. എഴുന്നേക്കടി, ഇങ്ങോട്ട് എഴുന്നേൽക്ക. മുത്തശ്ശി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിക്കല്ലേ? നീ പ്രാർത്ഥിക്കണ്ട, അതിന് അർഹതപ്പെട്ടവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ അമ്മ ഇത്? എനിക്ക് ഭഗവാനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? നീ കൂടുതൽ നിഷ്കളങ്ക ചമയല്ലേ. നീ എന്താടി ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്ത് കഴിച്ച് വിശപ്പ് മാറ്റുമെന്നാ നീ പറഞ്ഞേ? വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ എടുക്കണമെന്ന് പറഞ്ഞതും രാവ് മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും നീ അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്ന് അത് തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല അല്ലടി. അനുജത്തിയുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നവനെ നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നു. അതിനേക്കാൾ വലിയ വൃത്തികേട് ഈ ലോകത്ത് വേറെ എന്താടിയുള്ളത്? അമ്മേ, ദേവേട്ടൻ പരമേശ്വര സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. കേക്കട്ടെ, ദേവനെല്ലാം കേക്കട്ടെ. അത് വേണ്ടെന്ന് കരുതിയതുകൊണ്ടാ ഇവക്ക് ഇത്ര അഹങ്കാരം. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്നറിയുമ്പോ ദേവൻ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു. അമ്മ ഇങ്ങ് വന്നേ. ഇതിപ്പോ നിൽക്കുന്നത് വേറൊരു വീട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോവല്ലോ. ഇതിന്റെ കണക്ക് ഞാൻ അവിടെ ചെന്ന് തീർത്തോളാം. അമ്മ, ഇനിയിപ്പോ അവള് വ്രതം എടുക്കുകയാണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? എന്താ തെറ്റെന്നോ? എല്ലാം അറിയാവുന്ന നീയാണോ ഈ ചോദിക്കുന്നേ? പൂജയ്ക്ക് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ വരുൺ താലി കെട്ടിയ പെണ്ണ് തന്നെ വ്രതം എടുക്കണമെന്ന് പൂജാരി ആവർത്തിച്ച് പറയുന്നില്ലേ? വരുൺ പ്രിയങ്കയുടെ കഴുത്തില് താലി കെട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പ്രിയങ്ക വ്രതം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? രാധിക വ്രതം എടുക്കുന്നത് കൊണ്ട് വരുണിന് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എന്തിനമ്മേ തടയുന്നത്?
അത് പ്രിയങ്കയ്ക്കും നല്ലതല്ലേ? വരുണിന്റെ ദീർഘായുസ് അവളല്ലേ അനുഭവിക്കുക. ആ എന്തെങ്കിലും ചെയ്യ്, പക്ഷെ ഈ പൂജയോടെ നിർത്തിക്കൊള്ളണം. അത് കഴിഞ്ഞു അവനെ മനസ്സിൽ കൊണ്ടു നടക്കാനേ അവളുടെ ഉദ്ദേശമെങ്കില് ചിലപ്പോ ആരും അറിയാതെ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ചേർത്ത് കൊല്ലും ഞാൻ അവളെ. ഭഗവാനെ, കെട്ടിയ താലി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ അത് കെട്ടിയ ആളിനെ സംരക്ഷിക്കണം. വരുണിന്റെ ജീവിതത്തിന് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലും എൻ്റെ ആയുസ്സെടുത്ത് പകരം കൊടുത്താലും കുഴപ്പമില്ല ഭഗവാനെ. കാക്കണേ ഭഗവാനെ. ഹലോ ശരത്. പ്രിയങ്കേ, ഞാനും നമ്മുടെ പുതിയ ഡയറക്ടറും അഡ്വക്കേറ്റും പുറത്തുണ്ട്. താൻ പെട്ടെന്ന് വാ. ശരത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വലിയൊരു പൂജ നടക്കുക. ഇവിടെ നിറച്ചു ആൾക്കാരുണ്ട്. എടോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ ഞാൻ ഈ രാത്രി തന്നെ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ. താൻ എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ നോക്ക്. ശരി, നിങ്ങൾ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ ആണോ നോക്കട്ടെ. ശരി. എന്തായാടോ? പ്രിയങ്ക എപ്പം എത്തും? നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. രാത്രി നമ്മളിവിടെ നിൽക്കുന്ന കണ്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരൂ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ. ഒട്ടും ധൈര്യമില്ലെങ്കിൽ ഞാനിതിനൊക്കെ ഇറങ്ങി തിരിക്കില്ലല്ലോ. ദാ പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്ക, ഇതാണ് നമ്മുടെ പുതിയ ഡയറക്ടർ. പേര് ജോൺസൺ ആന്റണി. ഹലോ. ഹലോ സർ. ഇത് നമ്മുടെ അഡ്വക്കേറ്റ് ഹരിദാസ്. ഹായ്. ജോൺസൺ സാറിന്റെ കയ്യിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞ് ഓക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. ഓൾറെഡി പ്രൊഡ്യൂസറും കമ്മിറ്റഡ് ആയിരുന്നു. ശരത്തിന്റെ ഒരു പഴയ ചങ്ങാതിയുണ്ട്. ഇവന്റെ നിർബന്ധം കൊണ്ടാണ് കമ്മിറ്റഡായ പ്രൊഡ്യൂസറോട് ഞാൻ നോ പറഞ്ഞത്. അറിയാലോ? അല്ല സർ, ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാതെ. തന്റെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും പടം തീരില്ല. പക്ഷേ സൂപ്പർ സ്റ്റാറിന്റെ പടമായതുകൊണ്ട് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലേ സാർ? അതെത്ര വേണമെങ്കിലും പറ്റും. അതല്ല സർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെനിക്കറിയാം. ശരത് എന്നോട് വിശദമായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് ഹീറോയിൻ ആവണം, അല്ലേ? യെസ് സർ. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ സബ്ജക്ട് സംസാരിച്ചു വെച്ചിരുന്നത് ആർട്ടിസ്റ്റ് സംഗീതയോടാണ്. അറിയാലോ അവരിപ്പോ തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബിസിയാണ്. അവര് ബിസി ആയിക്കോട്ടെ സാർ. ഈ പടത്തിലെ ഹീറോയിൻ പ്രിയങ്ക മതി. പിന്നെ പ്രിയങ്ക, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യത്തിൽ അഡ്വക്കേറ്റിന് എന്തോ പറയാനുണ്ട്. വേറെ ഒന്നുമില്ല പ്രിയങ്ക. ഓൾറെഡി നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം ശരത് എന്നോട് പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതിന് ചില നിയമവശങ്ങളുണ്ട്. ഒരു ഫ്രഷ് നെയിം, ഫ്രഷ് കമ്പനി. പ്രിയങ്ക, ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എന്ന് പേരിടാം. അതാവുമ്പോ താൻ നന്നായ അതിന്റെ കൂടെ ആറ്റുവാശ്ശേരി എന്ന പേരും പ്രസിദ്ധമാവും. പിന്നെ തന്റെ അച്ഛനും അമ്മയൊക്കെ അഭിമാനിക്കുന്നത് അതിന്റെ പേരിലായിരിക്കും. ആറ്റുവാശ്ശേരി ക്രിയേഷൻസ്, അത് കൊള്ളാം ശരത്തെ. പിന്നെ പ്രിയങ്ക, ഞാനിതുവരെ 1-2 വലിയ ഡയറക്ടർമാരുമായിട്ട് അസോസിയേറ്റഡ് നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഒരു പ്രസിദ്ധനായ ജോത്സ്യനാണ്, ദേവമംഗലം ബാലൻ തിരുമേനി. നമ്മുടെ പടത്തിന്റെ ഷൂട്ട് അദ്ദേഹം പറയുന്ന ഡേറ്റിന് ആരംഭിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെന്തെങ്കിലും വിരോധമുണ്ടോ? അതൊന്നുമില്ല സർ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിനോട് മുഹൂർത്തം നോക്കാൻ പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ സൗകര്യം നോക്കി കാത്തു നിൽക്കില്ല. ചിലപ്പോ പെട്ടെന്ന് തന്നെ ഒരു തീയതി പറഞ്ഞേക്കാം, ചിലപ്പോ കുറെ കാലം നീണ്ടുപോയേക്കാം.
എനിക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്തായാലും പ്രിയങ്ക വില്ലിംഗ് ആണല്ലോ അല്ലേ? ആ അതെ സർ. ശരത്തെ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ശരത്ത് ഇവരെയും കൂട്ടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കോ. പിന്നെ പ്രിയങ്ക, ഇവർക്കെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കണം. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെയൊക്കെ ചെലവുകൾ. തൽക്കാലം ഒരു 1 കോടി രൂപ താൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക്. സോറി ശരത്തെ, കമ്പനി ഫോമായി കമ്പനിയുടെ അക്കൗണ്ടിലൂടെ അല്ലാതെ പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്യില്ല. ഐ എം സോറി സർ. എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരത്തിന് നന്നായിട്ട് അറിയാം. എങ്കിൽ ഞാൻ പോട്ടെ സർ.